ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും നമ്മുടെ മാർക്കറ്റ് പോലെ തന്നെ നെഗറ്റീവിൽ ആണ് ക്ലോസ് നടത്തിയത്. US ഈ ഒരു യുദ്ധത്തിൽ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഒഫീഷ്യലി അവർ പങ്കാളിയാകുമെന്ന് അറിയിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ആ ഒരു ഇറാൻ്റെ ബോർഡർ രാജ്യങ്ങളിൽ USൻ്റെ മിലിറ്ററി പ്രസൻസ് വർദ്ധിപ്പിച്ചതായിട്ടുള്ളൊരു ന്യൂസാണ് ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ് വളരെ വലിയ തോതിൽ ഇടിയാനായിട്ട് കാരണമായത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ FISും DASും ബയേഴ്സായിരുന്നെങ്കിൽ കൂടിയും റീറ്റെയിൽ സെല്ലിങ് ശക്തമായിരുന്നു. മാർക്കറ്റ് റെഡിൽ അവസാനിച്ചു. കൂടാതെ തന്നെ ഫാർമ കമ്പനികളുടെ പ്രൈസ് റിവിഷൻ ട്രംപ് അനൗൺസ് ചെയ്തതുകൊണ്ട് ഫാർമ സെക്ടർ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ റെഡിൽ ക്ലോസ് ചെയ്തു. IT മാത്രമാണ് ഇന്നലെ, ഡിഫൻസും IT മാത്രമാണ് ഒരു ചെറുത്ത് നിരപ്പ് നടത്തിയിട്ടുള്ളത്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ ആണ്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ ഫ്യൂച്ചർ റിക്കവറി മോഡിലാണ്. കാണാം, ഏറ്റവും താഴെ US വിക്സ് ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 12% ഉയർന്നു. നാസ്ഡാക്ക് ഇടിഞ്ഞു, ഡോ ഇടിഞ്ഞു. അതിന് മുകളിലുള്ള 3 ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഇടിഞ്ഞു. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ജപ്പാൻ മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് പോസിറ്റീവിലായിരുന്നു. കോസ്പിയും അതേപോലെ തന്നെ പോസിറ്റീവാണ്. ചൈനയും ഓസ്ട്രേലിയയും അതിന് മുകളിൽ കാണാം നെഗറ്റീവാണ്. ഗോൾഡ് ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് 3384, ബ്രന്റ് ഓയിൽ 76, ബിറ്റ്കോയിൻ $2000 ഇടിഞ്ഞു. 1,05,008 എന്ന നിലയിലാണ് ബിറ്റ്കോയിൻ്റെയും നിൽപ്പ്. അപ്പോൾ ബിറ്റ്കോയിൻ 1,09,000 സംതിങ് വരെ പോയതിനു ശേഷം ഒരു ഫോളാണ് ഉള്ളത്. കൂടാതെ പ്രധാനമായിട്ടും ഈ NSEയുടെ ഈ എക്സ്പയറി എല്ലാം തന്നെ ഇനിയിപ്പോൾ മാറും എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ചൊവ്വാഴ്ചയിലേക്ക് മാറും. BSE സെൻസെക്സ് എക്സ്പയറി വ്യാഴാഴ്ചയിലേക്ക് മാറും. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തീരുമാനം അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് സെബിയുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ BSE സ്റ്റോക്കുകളിൽ ഇന്ന് ഫോക്കസ് വരുത്തേണ്ടതുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകാം. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വോളറ്റിലിറ്റിയും എക്സ്ട്രാ നമുക്കുണ്ടാവും. സ്റ്റോക്കിൻ്റെ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമുള്ള ന്യൂസ്, ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ആദ്യമുള്ള ന്യൂസ് റെയിൽടെയിലാണ്. റെയിൽടെയിലിന് സോറം ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് പുതിയ ഒരു പ്രൊജക്റ്റ് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയാണുള്ളത്. M&M കമ്പനി SML ഇസൂസുവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് മഹേന്ദ്രക്ക് CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ കിട്ടി. ഹിന്ദുസ്ഥാൻ സിങ്ക്, വേദാന്ത പ്രൊമോട്ടേഴ്സ് ഹിന്ദുസ്ഥാൻ സിംഗിൽ 7,500 കോടി രൂപ പുറത്തു വരുന്ന സ്റ്റേക്ക് സെല്ല് ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടെന്നുള്ള ന്യൂസ്. അഗ്രോ ക്യാപിറ്റൽ കമ്പനി പ്രൊട്ടക്ട്സ് ക്യാപിറ്റലിന് 1,400 കോടി രൂപക്ക് അക്യൂർ ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതി ഉണ്ട്. പോളി ക്യാബ് കമ്പനി 6,447 കോടി രൂപ പുറത്തു വരുന്ന പുതിയ ഒരു പ്രൊജക്റ്റ് കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു ന്യൂസ്. GMR എയർപോർട്ട് കമ്പനി കഴിഞ്ഞ മാസം 1 കോടി പാസഞ്ചേഴ്സിനെ ഇവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. ടാറ്റ പവർ കമ്പനി അഫോർഡബിൾ ആയിട്ടുള്ള റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്റ്റ് ഒഡീഷയിൽ നടത്താൻ കമ്പനി തീരുമാനിച്ചു. കൂടാതെ റെയിൽടെയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിന് താഴെയുള്ള EMS കമ്പനിക്ക് 184 കോടി രൂപയുടെ ഓർഡർ കിട്ടി. പോപ്പുലർ വെഹിക്കിൾ കമ്പനിക്ക് അവരുടെ പുതിയ സെയിൽസ് ആൻഡ് സർവീസ് സെൻറ്റർ പഞ്ചാബിൽ ചെയ്യാനായിട്ട് കമ്പനിക്ക് അപ്രൂവൽ കിട്ടി. ന്യൂ ലാബ് കമ്പനി ഇവർക്ക് സെബി ഇൻസൈഡർ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വാർണിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഗ്ലോബലി ഇന്നലെ ഇന്ത്യ വിക്സ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ക്രാഷായപ്പോൾ US വിക്സ് ഒറ്റ ദിവസം കൊണ്ട് 12% ഒരു സ്പൈക്ക് ഉണ്ടായി. US ഈ ഒരു യുദ്ധത്തിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ പങ്കാളിയാകുകയാണെങ്കിൽ ഇതിൻ്റെ സ്വഭാവം മാറാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇറാൻ്റെ ചുറ്റിലും USൽ മിലിറ്ററി പ്രസൻസ് ഉണ്ട്. അപ്പോൾ അത് യുദ്ധം വേറൊരു രീതിയിലേക്ക് മാറും. ഉക്രൈൻ റഷ്യ വാർ നിർത്തുമെന്ന് അവകാശപ്പെട്ട ട്രംപ് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു കമൻറ്റുകൾ പാസ്സാക്കുന്നില്ല. ആ വാറും ഒരു ഭാഗത്ത്, ഇപ്പോൾ ഈ വാറും ഒരു ഭാഗത്ത് എന്നുള്ള നിലയിലാണുള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഉക്രൈനും. കൂടാതെ തന്നെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 4% ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഓയിലും പ്രശ്നമായി, ഗോതമ്പ് പോലെയുള്ള അതും നമുക്ക് പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം മറ്റുള്ള ചേഞ്ചസ്. താങ്ക് യു.